ഓഫ് ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം എക്സാമിന് ചോദിക്കും. അതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ മെത്തേഡായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് എ 3-phase 16-pole alternator has star connected winding with 144 slopes and 10 conductors per slope. നമുക്ക് ഫ്ലക്സ് തന്നിട്ട് 0.03 വെബർ, അതുപോലെ സ്പീഡ് തന്നിട്ട് 375 RPM. അപ്പൊ ഇതിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, മൂന്നാമത്തെ ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ജസ്റ്റ് നോക്കാം, ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഫേസ് വോൾട്ടേജ് നമുക്ക് എങ്ങനെ നോക്കിയാൽ, ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ EMF ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പൊ E = 4.44 kc kd 5ft വോൾട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. 144 കോൺസ്റ്റന്റ് ആണ്. ഇനി kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ KP എന്ന് പറയും. അപ്പൊ KP അല്ലെങ്കിൽ KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ഫാക്ടർ ആണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, കണ്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും KC അതിൽ തന്നിട്ടില്ലെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുക്കുക. ക്ലിയർ ആയോ? അപ്പൊ അത് ഓർത്ത് വെക്കുക. KC തന്നിട്ടില്ലെങ്കിൽ അതിന്റെ വാല്യൂ KC = 1 എന്ന് എടുത്തിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അത് ഓർത്തിരിക്കുക. KC അല്ലെങ്കിൽ KP രണ്ട് സെയിം ആണ്. അപ്പൊ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 1 ആയിട്ട് എടുക്കാം. ഇനിയുള്ളത് എന്താ, KD കണ്ടുപിടിക്കണം. KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അത് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഫ്ലക്സ് തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, F നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് KD കണ്ടുപിടിക്കണം, രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് F കണ്ടുപിടിക്കണം, മൂന്നാമത്തെ T കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാം, അതിലൂടെ ഫ്രീക്വൻസി, നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, ലൈൻ വോൾട്ടേജ് നമുക്കറിയാം. ലൈൻ വോൾട്ടേജ് എന്ത് ചെയ്യാം, ഫോർമുല ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ KD കണ്ടുപിടിക്കുക. ഈ KD കണ്ടുപിടിക്കുന്ന 2-3 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ്. അത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഫോർമുല sin m β/2 / m × sin β/2. അപ്പൊ ഇതില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതുപോലെ n ഫൈൻഡ് ഔട്ട് ചെയ്യണം, പിന്നെ വരുന്നത് m ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഫോർമുലാസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബീറ്റ കണ്ടുപിടിക്കേണ്ട ഫോർമുല നോക്കുക, 180 ഡിഗ്രി / n ചെയ്യുക. അതുപോലെ n കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് സ്ലോപ്പ് / പോൾ ചെയ്യുക. അതുപോലെ m കണ്ടുപിടിക്കാൻ സ്ലോപ്പ് / പോൾസ് × ഫേസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ വാല്യൂ കിട്ടും. ഈ വാല്യൂസ് എല്ലാം ഈ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടും. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് n കണ്ടുപിടിക്കാം. n കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കിയാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് / പോൾസ്. അപ്പൊ സ്ലോട്ട്സ് ഇവിടെ എത്രയാ നോക്കിയാൽ 144 / എത്ര പോൾ ഉണ്ട്, പോൾസ് എത്രയാ, പോൾ = 16. അപ്പൊ നോക്കുക, 144 ഹരിക്കണം 16 = എത്ര കിട്ടി, 9. അപ്പൊ നമുക്ക് n-ന്റെ വാല്യൂ എത്ര കിട്ടി, 9 കിട്ടി. ഇനി അടുത്തത് ഇത് നോക്കാം, ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി / n ആണ്, n വാല്യൂ 9. അപ്പൊ 180 ഹരിക്കണം 9. അപ്പൊ എത്ര ആംഗിൾ കിട്ടി, 20. അപ്പൊ നമുക്ക് ആംഗിൾ എത്ര കിട്ടി, 20. അപ്പൊ ബീറ്റ കിട്ടി, n കിട്ടി. ഇനി അടുത്തത് ചെയ്യാനുള്ളത് m ആണ്. m കണ്ടുപിടിക്കാൻ സ്ലോട്ട്സ് എത്രയാണ്, എത്ര സ്ലോട്ട്സ് ഉണ്ട്, 144 / പോൾസ് എത്ര പോളോ, 16 ×
ഫേസ് എത്രയാ 3. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3. അപ്പൊ നോക്കിയാൽ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ നോക്കുക. ബീറ്റ 20 കിട്ടി, N 9 കിട്ടി, അതുപോലെ M 3 കിട്ടി. അപ്പൊ ഈ 3 വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കാം. ആൻസർ എത്ര കിട്ടും നോക്കാം. എമ്മിന്റെ വാല്യൂ എത്രയാ? 3. അപ്പൊ സൈൻ 3 ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി അല്ലെ, ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈൻ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ KD = 0.96 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? KD ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? KD ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ KD ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കണം, ബീറ്റ കണ്ടുപിടിക്കണം, M കണ്ടുപിടിക്കണം. അതിന്റെ 3 ഫോർമുല നിങ്ങൾ പഠിക്കണം. അത് ഉപയോഗിച്ച് ഈ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? KD കിട്ടും. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് KD കണ്ടുപിടിക്കുക എന്നുള്ള. KD നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയായിരുന്നു? KD കണ്ടുപിടിക്കാനാണ് ഒന്ന്. രണ്ടാമത്തെ എന്തായിരുന്നു? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ഇ ഫേസ് കണ്ടുപിടിക്കണം. നാലാമത്തെ EL കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ KD കണ്ടുപിടിക്കും. ഇനി അടുത്തത് ഫ്രീക്വൻസി. നമുക്കറിയാം ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള F = എന്താ? PN ഡിവൈഡഡ് ബൈ 120. അത് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. P തന്നിട്ടുണ്ട്. എത്രയാണ്? പോൾസ് 16 ഇൻറ്റു സ്പീഡ് എത്ര? 375 ഡിവൈഡഡ് ബൈ 120. അപ്പൊ നമുക്ക് എത്ര സ്പീഡ് കിട്ടും? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. F = PN ബൈ 120 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഫ്രീക്വൻസി വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ള ഫേസ് വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. EMF ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചാണ് അല്ലെ. അതായത് E ഫേസ് = 4.44 KC KD KC KD 5 FT വോൾട്ട്. അപ്പൊ ഇതാണ് ഫോർമുല അല്ലെ. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. 4.44 KC ഞാൻ പറഞ്ഞു. KC ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ 1 ആയിട്ട് എടുക്കുക. അപ്പൊ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻറ്റു KDയുടെ വാല്യൂ എത്ര? 0.96 ഇൻറ്റു 5 നമുക്ക് തന്നിട്ട് 0.03 ഇൻറ്റു F നമ്മൾ കണ്ടുപിടിച്ചു 50. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ടേൺസ് ആണ്. ഓക്കെ, ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര ടേൺസ് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? അതായത് ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിൽ എത്ര ഉണ്ടാവും? 2 കണ്ടക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് നമുക്ക് കണ്ടക്ടേഴ്സ് നോക്കാം. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യനിൽ നോക്കുക. വിത്ത് വൈൻഡിങ് വിത്ത് 144 സ്ലോട്ട്സ് ആൻഡ് 10 കണ്ടക്ടർ പെർ സ്ലോട്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, അതായത് 144 സ്ലോട്ട്സ് ഉണ്ട്. അതിൽ ഓരോ സ്ലോട്ടിലും എന്ത് ചെയ്യും? 10 കണ്ടക്ടർ വീതം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ 144 ഇൻറ്റു 10 ചെയ്തൂടെ? അതായത് ഒരു സ്ലോട്ടിൽ 10 കണ്ടക്ടർ വീതം. അപ്പൊ 144 ഇൻറ്റു എന്ത് ചെയ്യുക? 10 ചെയ്യുക. ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക 3 ഫേസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പൊ 480. അപ്പൊ 480 ആണ് സെഡ്. അപ്പൊ T കണ്ടുപിടിക്കുന്ന എന്താ? T = ഫോർമുല Z/2 ചെയ്യുക. അപ്പൊ Z/2 ചെയ്യുമ്പോൾ 480 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 240. അപ്പൊ നമ്മൾ T കണ്ടുപിടിച്ചു എന്താണ്? Z/2 ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 240. അപ്പൊ നമ്മുടെ Tയുടെ വാല്യൂ 240. ഇതെന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 15.34 വോൾട്ടേജ് കിട്ടാം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ ഫേസ് കണ്ടുപിടിച്ചു. ഇനി ശ്രദ്ധിക്കാം, ഈ ഫേസ് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കണം. EL കണ്ടുപിടിക്കണം. അപ്പൊ സ്റ്റാറില്
നമ്മൾ ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? VL ഈക്വൽ ടു √3 VPH ആണ് അല്ലെ, √3 VPH ആണ് അല്ലെ സ്റ്റാറിൽ നമുക്ക് അറിയാവുന്ന ഫോർമുല ആണ്. അപ്പൊ VL കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ √3 ഇൻറ്റു 15.34 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? √3 ഇൻറ്റു 15.34 ചെയ്ത് കഴിഞ്ഞാൽ 26.56 വോൾട്ട്. അപ്പൊ നമ്മൾ ലൈൻ വോൾട്ടേജ് കണ്ടുപിടിച്ചു, ഫേസ് വോൾട്ടേജ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇതാണ് ഈ ഫോർമുല. ഈ പ്രോബ്ലത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഫോർമുലാസ് മാത്രം ഓർത്തിരിക്കുക. അതായത് KD കണ്ടുപിടിക്കാനുള്ള കുറച്ച് 3 സ്റ്റെപ്പ് ഉണ്ട്, അത് നോക്കുക. പിന്നെ ഫൈനൽ ഈ ഫോർമുല കണ്ടുപിടിക്കുക. അതുപോലെ T കണ്ടുപിടിക്കാൻ Z/2 ആണെന്ന് മനസ്സിലാക്കുക. ടോട്ടൽ കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു ഓരോ സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ ഉണ്ട് എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് Z കിട്ടും. Z/2 ചെയ്യുന്ന T കിട്ടി. T എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്രോബ്ലം. ഈ മോഡൽ ഒരു പ്രോബ്ലം എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.